എല്ലാവർക്കും തിരുവോണാശംസകൾ. ഇന്നത്തെ വീഡിയോ കാണുക. ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. പേരുച്ചാൽ തിരുവോണ നാളിൽ നടക്കുന്ന മത്സര വള്ളംകളിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. സെൽഫി നമുക്കറിയാം വിദ്യാധിരാജ തിരുവടികളുടെ പാദസ്പർശനം കൊണ്ട് പുണ്യമായ അയിരൂരിന്റെ മണ്ണിൽ നിന്ന് വരുന്ന അയിരൂർ പള്ളിയോടം, ഈ രണ്ട് പള്ളിയോടങ്ങൾ തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഇതിലേത് പള്ളിയോടമാണ് വിജയിക്കുന്നതെന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ പറയുവാൻ സാധിക്കുന്നില്ല. എത്തിച്ചേരുമ്പോൾ മാത്രം ഫോട്ടോ ഫിനിഷ് പോലുമായ നമുക്ക് എല്ലാവർക്കും ഈ പള്ളിയോടങ്ങളുടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദയവായി ശ്രദ്ധിക്കുക. ഈ സ്റ്റേജിന് മുമ്പിൽ നിൽക്കുന്നവർ കൊട മടക്കി പുറയിൽ നിൽക്കുന്നവർക്ക് കാണുന്ന കാഴ്ച ഒരുക്കേണ്ടതാണ്. ദയവായി ശ്രദ്ധിക്കുക. സ്റ്റേജിന്റെ മുൻഭാഗത്തായി നിൽക്കുന്ന കാണികൾ കൊടകൾ മടക്കി സ്റ്റേജിലും പുറത്തും നിൽക്കുന്നവർക്ക് കാണുന്നതിനുള്ള അവസരം കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ശ്രീ ജോസ് കുമാറിന്റെ ശ്രദ്ധയ്ക്ക് മത്സരത്തിൽ വിജയിച്ച പള്ളിയോടത്തിന്റെ പേര് ഉടൻ തന്നെ സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ശ്രീ ജോസ് കുമാറിന്റെ ശ്രദ്ധയ്ക്ക് മത്സരത്തിൽ വിജയിക്കുന്ന പള്ളിയോടത്തിന്റെ പേര് ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ആ പള്ളിയോടം എത്രയും പെട്ടെന്ന് മുകളിൽ എത്തിക്കുന്നതിനുള്ള ക്രമീകരണം നടത്തണം. റെസ്ക്യൂ ടീമിന്റെ ശ്രദ്ധയ്ക്ക് ഒന്നാമത് ബീച്ചിൽ വിജയിച്ച പള്ളിയോടത്തെ മുകളിൽ എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണ്. ഇതാ രണ്ട് പള്ളിയോടങ്ങൾ. ഇത് ഏത് പള്ളിയോടമാണ്? ഇതാ ഒരു വള്ളപ്പാടുകൾക്ക് മുമ്പിൽ ഒരു പള്ളിയോടം എത്തിയിരിക്കുന്നു. ഇതാ ഒന്നാമത് രണ്ട് പള്ളിയോടങ്ങളിൽ ഇതാ ഒരു പള്ളിയോടം വള്ളപ്പാടുകൾക്ക് മുമ്പിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു. പള്ളിയോടത്തിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പാലത്തിന് താഴെ മാത്രമേ വള്ളയോടം തീരുവാൻ പാടുള്ളൂ. ഇതാ ജോസ് കുമാറിന്റെ ശ്രദ്ധയ്ക്ക് ജോസ് കുമാറിന്റെ ശ്രദ്ധയ്ക്ക് ഏത് പള്ളിയോടമാണ് ഫിനിഷ് ചെയ്തെന്ന് കൃത്യം റിപ്പോർട്ട് ചെയ്യുക. ജോസ് കുമാറിന്റെ ശ്രദ്ധയ്ക്ക് പള്ളിയോടത്തിന്റെ പേര് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. റെസ്ക്യൂ കമ്മിറ്റി പേര് റിപ്പോർട്ട് ചെയ്യുക. പള്ളിയോടത്തിന്റെ പേര് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക. സ്റ്റേജിൽ നിന്നും കൃത്യമായി പേര് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പേര് റിപ്പോർട്ട് ചെയ്യുക. ഒന്നാമത് കീച്ചിൽ വിജയിച്ച പള്ളിയോടത്തിന്റെ പേര് റിപ്പോർട്ട് ചെയ്യണം. ഇതാണോ ഇത്? കാട്ടൂരാണ്. എത്തിക്കേണ്ടതാണ്. ഒന്നാമത് കീച്ചിൽ എല്ലാ പള്ളിയോടങ്ങളുടെയും ശ്രദ്ധയ്ക്ക് സമ്മാനദാനത്തിന് ശേഷം മാത്രമേ ഇവിടെ നിന്നും മടങ്ങാവൂ. എല്ലാ പള്ളിയോടങ്ങൾക്കും ട്രോഫി ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ പള്ളിയോടങ്ങളും എടുക്കേണ്ടതാണ്. വിസ്മയം സൂക്ഷിക്കേണ്ടതാണ്. അടുത്തത് രണ്ടാമത് ബാച്ചിൽ ഇടപ്പാവൂർ പേരൂർ പള്ളിയോടം, ചെറുകോൽ പള്ളിയോടം. രണ്ടാമത് ഹീറ്റ്സിൽ എ ബാച്ചിൽ രണ്ടാമത് ഹീറ്റ്സിൽ മത്സരിക്കുന്നത് ചെറുകോൽ പള്ളിയോടം. അതേപോലെ തന്നെ ഇടപ്പാവൂർ പേരൂർ പള്ളിയോടം. ചെറുകോൽ പള്ളിയോടത്തിന്റെ പ്രതിനിധികൾ ശ്രീ രത്നാകരൻ നായർ, ശ്രീ ജയകൃഷ്ണൻ, അതിന്റെ ക്യാപ്റ്റൻ ശ്രീ ബിബിൻ. ഇടപ്പാവൂർ പേരൂർ പള്ളിയോടത്തിന്റെ പ്രതിനിധികൾ ശ്രീ എൻ ജി ഉണ്ണികൃഷ്ണൻ, ശ്രീ ടി എൻ ചന്ദ്രശേഖരൻ, അതിന്റെ ക്യാപ്റ്റൻ ശ്രീ ബിജു എൻ കെ. രണ്ട് പള്ളിയോടങ്ങളാണ് അടുത്തതായി കടന്നു വരുന്നത്. അത് ഇടപ്പാവൂർ പേരൂർ പള്ളിയോടവും അത് ചെറുകോൽ പള്ളിയോടവുമാണ്. നമുക്കറിയാം ചെറുകോൽ പള്ളിയോടത്തിന് രാജമുദ്ര ലഭിച്ച പള്ളിയോടമാണ് ചെറുകോൽ പള്ളിയോടം. അതേപോലെ തന്നെ ഇടപ്പാവൂർ പള്ളിയോടത്തിന്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഇടപ്പാവൂർ പേരൂർ പള്ളിയോടവും രണ്ടാമത് ട്രാക്കിൽ ഇടപ്പാവൂർ പേരൂർ പള്ളിയോടവും മത്സരം കാഴ്ചവെച്ച് മുമ്പോട്ട് വരികയാണ്. 30-നൊപ്പം മനോഹരമായ ഒരു പള്ളിയോട് മത്സരമാണ് നടക്കുന്നത്. കാണികളെ ആവേശം കൊണ്ടെത്തിക്കൊണ്ട് ഏത് പള്ളിയോടമാണ് മുൻപിലെന്ന് ഇവിടെ നിന്നും പ്രവചിക്കുക സാധ്യമല്ല.
ഒരു പള്ളിയോടം വള്ളപ്പാടിന് മുമ്പിൽ ഫിനിഷ് ചെയ്യുകയാണ്. ഏത് പള്ളിയോടമാണ് എന്ന് നിങ്ങൾക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. ശ്രീ ജോസ് കുമാറിന്റെ സഭയ്ക്ക് പള്ളിയോടത്തിന്റെ പേര് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ശ്രീ ജോസ് കുമാറിന്റെ സഭയ്ക്ക് പള്ളിയോടത്തിന്റെ പേര് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. രാജമുദ്രയുള്ള ചെറുകോൽ പള്ളിയോടമാണ് ഒന്നാമത് എത്തിയിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. വിജയം അതിന്റെ ജഡ്ജസ് കൃത്യമായി പ്രഖ്യാപിക്കും. ഇതാ ഒന്നാമത് ട്രാക്കിലൂടെ ചെറുകോൽ പള്ളിയോടവും രണ്ടാമത് ട്രാക്കിലൂടെ ഇടക്കാവൂർ പേരൂർ പള്ളിയോടവും കടന്നെത്തുമ്പോൾ ഇതാ ചെറുകോൽ പള്ളിയോടം ഒന്നാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. ചെറുകോൽ പള്ളിയോടം ഒന്നാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. റേസ് കമ്മിറ്റിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ചെറുകോൽ പള്ളിയോടത്തെ തക്കുചെയ്യേണ്ടതാണ്. റേസ് കമ്മിറ്റിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ചെറുകോൽ പള്ളിയോടത്തെ എത്രയും പെട്ടെന്ന് ടക്ക് ചെയ്തു കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മത്സരം ആരംഭിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞതായി കാണാം. ഉടൻ തന്നെ സ്റ്റാർട്ട് പറയുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് ദൂരെ ഐക്യക്കുന്നതിന് സമീപം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏത് പള്ളിയോടങ്ങളാണ് എന്ന് അവിടെ നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇതാ 2 പള്ളിയോടങ്ങൾ, ബി ബാച്ചിലെ 2 പള്ളിയോടങ്ങൾ സ്റ്റാർട്ടിങ്ങിന് തയ്യാറെടുത്ത് നിൽക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം. അങ്ങ് ദൂരെ ഒരു 1.5 കിലോമീറ്റർ ദൂരെ അതാ 2 പള്ളിയോടങ്ങൾ മത്സരത്തിനായി തയ്യാറെടുത്തിരിക്കുന്നത് ഇവിടെ നിന്നും കാണാം. ഏതൊക്കെ പള്ളിയോടമാണ് എന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് കൃത്യമായി പറയുവാൻ സാധിക്കുന്നില്ല. റേസ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുമ്പോൾ അറിയാം ഏതൊക്കെ പള്ളിയോടമാണ് എന്ന്. ബി ബാച്ചിലെ 2 പള്ളിയോടങ്ങളാണ് അടുത്തതായി മത്സരത്തിന് തയ്യാറാകിയിരിക്കുന്നത്. രണ്ട് പള്ളിയോടങ്ങൾ ഇതാ കടന്നു വരുന്നു. ഒപ്പത്തിനൊപ്പം 2 പള്ളിയോടങ്ങൾ കടന്നു വരുന്നു. ഒന്നാമത് ട്രാക്കിൽ ഇടപ്പാവ പള്ളിയോടവും രണ്ടാമത് ട്രാക്കിൽ പുല്ലുപ്പുറം പള്ളിയോടവുമാണ് കടന്നു വരുന്നത്. ഇതിൽ ഏത് പള്ളിയോടമാണ് വിജയിക്കുക എന്ന് പ്രവചിക്കാൻ സാധിക്കുന്നില്ല. 2 പള്ളിയോടങ്ങൾ ഒപ്പത്തിനൊപ്പം കടന്നു വരുന്നു. ഒപ്പത്തിനൊപ്പം 2 പള്ളിയോടങ്ങൾ കടന്നു വരുന്നു. ഏത് പള്ളിയോടമാണ് എന്ന് പ്രവചിക്കുക സാധ്യമല്ല. പ്രവചനാതീതമായ മത്സരത്തിൽ 2 പള്ളിയോടങ്ങൾ കടന്നു വരുന്നു. ജഡ്ജസ് ശ്രീ ജോസ് കുമാർ ജഡ്ജസ് ഏത് പള്ളിയോടമാണെന്ന് പ്രഖ്യാപിക്കണം. ശ്രീ ജഡ്ജസ് ശ്രീ ജോസ് കുമാറിന്റെ ശ്രദ്ധയ്ക്ക് ഏത് പള്ളിയോടമെന്ന് പ്രഖ്യാപിക്കണം. ഒരുപാട് ആളുണ്ട്. വളരെ ചെറിയ വ്യത്യാസത്തിൽ ഫോട്ടോ ഫിനിഷിൽ 2 പള്ളിയോടങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അറ്റൻഷൻ ടു ജഡ്ജസ്, അറ്റൻഷൻ ടു ജഡ്ജസ്. ഏത് പള്ളിയോടമാണ് വിജയിച്ചതെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അറ്റൻഷൻ ടു ജഡ്ജസ്. ബി ബാച്ചില് 2ാം പാദ മത്സരം ഉടൻ ആരംഭിക്കുകയാണ്. കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും കീക്കഴൂർ വയലത്തല പള്ളിയോടവുമാണ് അടുത്തതായി മത്സരിക്കുന്നത്. കീക്കഴൂർ വയലത്തല പള്ളിയോടം നമുക്കറിയാം ഈ മാസം 9-ാം തീയതി നീരണിഞ്ഞ പുത്തൻ പള്ളിയോടം. കീക്കഴൂർ പള്ളിയോടം അതേപോലെ തന്നെ കോറ്റാത്തൂർ പള്ളിയോടം ആറന്മുള ഒത്തിട്ടാതി ജലമേളയിൽ 2 പ്രാവശ്യം ഹാട്രിക് നേടിയ ഏക പള്ളിയോടം കോറ്റാത്തൂർ പള്ളിയോടം. ഈ കോറ്റാത്തൂർ പള്ളിയോടവും കീക്കഴൂർ പള്ളിയോടവും കരകൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. കോറ്റാത്തൂരിന്റെ പഴയകാല പള്ളിയോടം വാങ്ങിയത് കീക്കഴൂർ പള്ളിയോടമാണ്. ആ പള്ളിയോടം ഉപയോഗിച്ചുകൊണ്ട് കീക്കഴൂർ ഒരു പ്രാവശ്യം 1ാം സമ്മാനം നേടി മന്നം ട്രോഫിയിൽ മുത്തമിട്ടിട്ടുണ്ട്. അങ്ങനെ പരസ്പര ബന്ധമുള്ള 2 കരകൾ തമ്മിലുള്ള മത്സരമാണ്. കോറ്റാത്തൂർ പള്ളിയോടവും കീക്കഴൂർ പള്ളിയോടവും തമ്മിലുള്ള മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. പരസ്പര ബന്ധമുള്ള 2 കരകൾ തമ്മിൽ ഇതാ മത്സരിക്കുകയാണ്. കോറ്റാത്തൂരിൽ വിജയിച്ച പള്ളിയോടങ്ങളെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണ്. ബി ബാച്ച് പള്ളിയോടങ്ങളുടെ മത്സരം കീക്കഴൂർ പള്ളിയോടവും അതേപോലെ തന്നെ കോറ്റാത്തൂർ പള്ളിയോടവും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്.
ശ്രീ KR സന്തോഷ്, ശ്രീ അനിൽകുമാർ ജി എന്നിവർ പ്രതിനിധികളായും ശ്രീ CK പ്രകാശ് ക്യാപ്റ്റനുമായ എന്നിവർ പ്രതിനിധികളായി ശ്രീ CK പ്രകാശ് ക്യാപ്റ്റനായ കീക്കല്ലൂർ പള്ളിയോടം, ശ്രീ അജയ് ഗോപിനാഥ്, ശ്രീ ഹരീഷ് എന്നിവർ പ്രതിനിധികളായ ശ്രീ അശ്വിൻ ക്യാപ്റ്റനായ കോറ്റാത്തൂർ പള്ളിയോടും ഞാൻ പറഞ്ഞതുപോലെ പരസ്പര ബന്ധമുള്ള രണ്ട് കരകൾ തമ്മിലുള്ള സൗഹൃദ മത്സരം, മത്സരം കാണികളെ വള്ളപ്പാടുകൾക്ക് മുമ്പിൽ കോറ്റാത്തൂർ പള്ളിയോടും ഫിനിഷ് ചെയ്തിരിക്കുന്നു. കോറ്റാത്തൂർ പള്ളിയോടും ഫിനിഷ് ചെയ്തിരിക്കുന്നു. ബി ബാച്ചിന്റെ രണ്ടാം പാദ മത്സരത്തിൽ കോറ്റാത്തൂർ പള്ളിയോടും വള്ളപ്പാടുകളുടെ വ്യത്യാസത്തിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു. റേസ് കമ്മിറ്റിയുടെ ശ്രദ്ധയ്ക്ക് ഒന്നാം പാദ മത്സരങ്ങളിൽ വിജയികളായ പള്ളിയോടങ്ങളെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കേണ്ടതാണ്. അയിരൂർ, ചെറുകോൽ എന്നീ പള്ളിയോടങ്ങളെയും പുല്ലുപ്പുറം, കോറ്റാത്തൂർ പള്ളിയോടങ്ങളെയും എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ റേസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റേസ് കമ്മിറ്റിയുടെ ശ്രദ്ധയ്ക്ക് ശ്രീ അനിൽകുമാർ KS, അയിരൂർ, ചെറുകോൽ പള്ളിയോടങ്ങൾ, പുല്ലുപ്പുറം പള്ളിയോടവും അതുപോലെ തന്നെ ബി ബാച്ചിൽ നിന്ന് പുല്ലുപ്പുറം പള്ളിയോടവും കോറ്റാത്തൂർ പള്ളിയോടവും ഫൈനൽ റൗണ്ടിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഈ 4 പള്ളിയോടങ്ങളെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് ഫൈനൽ മത്സരം ഉടൻ ആരംഭിക്കണമെന്ന് റേസ് കമ്മിറ്റിയോട് അഭ്യർത്ഥിക്കുന്നു. റോഡില് അല്ലല്ല ഇവിടുത്തെ മത്സരത്തിന്റെ പേര്